ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബൂളിയൻ ലോജിക്കിനെ കുറിച്ചാണ്. ബൂളിയൻ ലോജിക് ഇൻ പൈത്തൺ. ബൂളിയൻ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ഒരു കേസ് പറയാം. രണ്ട് കണ്ടീഷൻ വരുന്നു. ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ വിചാരിച്ചോളൂ, രണ്ട് കണ്ടീഷൻ വരുന്നു. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ വരുമ്പോൾ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത ശേഷം മാത്രമേ എന്റെ ട്രൂ ബ്ലോക്ക് വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുന്നു. അതായത് രണ്ട് കണ്ടീഷനും ട്രൂ ആവണം. അങ്ങനെയുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്, അതായത് ഒരു ബൂളിയൻ ലോജിക്കൽ ഓപ്പറേറ്റർ ആണ് ആൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ രണ്ട് കണ്ടീഷൻ അല്ല, രണ്ട് കണ്ടീഷൻ അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം ശരിയായാൽ മതി എന്നുള്ളൊരു ഓപ്ഷൻ ആണ് ഓർ കണ്ടീഷൻ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്യുന്നു, അഡ്മിൻ. ദറ്റ് ഈസ് ഞാൻ കൊടുക്കുന്നത് അഡ്മിൻ തന്നെയാണ് ഒരു വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, പാസ്വേഡ് എന്ന് പറയുന്നത് എനിക്ക് 1234. ഓക്കെ, ഇത് ഞാൻ കണ്ടീഷൻ കൊടുക്കുന്നു. ഇഫ് അഡ്മിൻ ഡബിൾ ഈക്വൽ ടു അഡ്മിൻ ആൻഡിന് നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ ആൻഡ് എന്ന് തന്നെയാണ് എഴുതുന്നത്, ആൻഡ് ഓപ്പറേറ്ററിന്. പാസ്വേഡ് ഡബിൾ ഈക്വൽ ടു 1234. വീണ്ടും ഞാൻ പറയുന്നു, ഈക്വലും ഡബിൾ ഈക്വലും തമ്മിലുള്ള വ്യത്യാസം. ഈക്വൽ എന്ന് പറയുന്നത് നമ്മൾ അസൈൻ ചെയ്യാണ്, അതായത് ഒരു വേരിയബിൾ നെയിമിനകത്തോട്ട് നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്യാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അഡ്മിൻ എന്ന് പറയുന്നത് എന്താണ്? അഡ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന അഡ്മിൻ എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. ഇപ്പൊ പാസ്വേഡിന്റെ വാല്യൂ എന്താ? 1234. മനസ്സിലായോ? പക്ഷെ ഇവിടെയുള്ള ഡബിൾ ഈക്വൽ എന്ന് പറയുന്നത് എന്താണ്? അത് കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ റൈറ്റും ലെഫ്റ്റും ഈക്വൽ ആണോ ആണ് ചെക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലുള്ള അഡ്മിന്റെ വാല്യൂ ആണ് ചെക്ക് ചെയ്യുന്നത്, അതായത് വേരിയബിൾ നെയിം അല്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ അഡ്മിന്റെ വാല്യൂ എത്രയാ? നമ്മുടെ ഈ സ്ട്രിങ് അഡ്മിൻ അല്ലെ. അപ്പൊ ഇവർ ചെക്ക് ചെയ്യുന്ന റൈറ്റിലുള്ള അഡ്മിനും ഇപ്പൊ ലെഫ്റ്റിലുള്ള അഡ്മിനും റൈറ്റിലുള്ള അഡ്മിനും സെയിം ആണോ? യെസ്, സെയിം ആണ്. അത് കഴിഞ്ഞ് പാസ്വേഡ് ഡബിൾ ഈക്വൽ ടു 1234. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ എന്താ? 1234 തന്നെയാണ് അതിന്റെ വാല്യൂ അല്ലെ. അപ്പൊ പാസ്വേഡ് 1234 ഡബിൾ ഈക്വൽ ടു 1234 നോക്കും. അതെ, കണ്ടീഷൻ ശരിയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ മാത്രം ലോഗിൻ ചെയ്യാന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അതല്ലെങ്കിലോ ജസ്റ്റ് ഇൻവാലിഡ് എന്ന് കൊടുക്കണം. ഇൻവാലിഡ്. ഓക്കെ, അപ്പൊ ഞാൻ റൺ ചെയ്യുവാണ്. പ്ലീസ് ലോഗ് ഹിയർ. കണ്ടോ എന്തുകൊണ്ടാണ്? അഡ്മിൻ 1234 കറക്റ്റ് ആണ്. രണ്ട് കണ്ടീഷൻ അല്ലേ. ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അഡ്മിൻ ഡബിൾ ഈക്വൽ ടു അഡ്മിനും പാസ്വേഡ് ഡബിൾ ഈക്വൽ ടു 1234. ഇതിലിപ്പോ ഞാനൊരു ചെറിയൊരു മാറ്റം വരുത്തും. ഇനി നമുക്ക് നോക്കിയാലോ. അപ്പൊ അഡ്മിൻ എന്ന് പറഞ്ഞ ഇപ്പൊ വാല്യൂ എത്രയാ? ഈ സ്ട്രിങ്ങിന്റെ വാല്യൂ ആണ്, അഡ്മിൻ ആണ് ലെഫ്റ്റിലുള്ളതിന്റെ വാല്യൂ അല്ലെ. ഡബിൾ ഈക്വൽ അഡ്മിൻ ഐ ഉണ്ടോ ഇവിടെ? ഇല്ല. ഇവിടെ ചെക്ക് ചെയ്യും അങ്ങോട്ട്. അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ എന്താ? ഇൻവാലിഡ്. എന്തുകൊണ്ടാണ്? ഈ ഒരു കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ മതി, നമ്മള് ഫോൾസ് ബ്ലോക്കിലേക്ക് പോകത്തുള്ളൂ. ഇനി ഇങ്ങനെ ഒരു കേസിലല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷൻ, പക്ഷെ പാസ്വേഡ് ഡബിൾ ഈക്വൽ ടു 1234 ശരിയാണല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കേസിൽ ഓർ കണ്ടീഷൻ കൊടുക്കാം. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ശരിയായാൽ നമുക്ക് ഫസ്റ്റ് ട്രൂ ബ്ലോക്കിൽ തന്നെ നമുക്ക് പോകാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓർ കണ്ടീഷൻ അങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ബൂളിയൻ ലോജിക് എന്ന് പറയുന്നത്. ആൻഡും ഓറും ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ.